ദിസ് ഈസ് എൻ ഐ ഓപ്പണർ ഫോർ മീ ആൻഡ് ദി ഓഡിയൻസ് എന്ന് ഞാൻ പറയും. എന്തുകൊണ്ടാണെന്നല്ലേ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ടായിരുന്നു, റിയൽ വേഴ്സസ് ഫേക്ക് ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു സംഭവം ഞാൻ പറഞ്ഞപ്പോഴേക്കും ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കപ്പിളുടെ സ്റ്റോറി, ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറുടെ ഒരു സ്റ്റോറി. ആ സ്റ്റോറിയിലുള്ള ആ ക്യാരക്ടേഴ്സ് രണ്ടുപേരും എങ്ങനെയാണ് അവരുടെ ബ്രേക്കപ്പ് ഹാൻഡിൽ ചെയ്തത്. ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എന്ത് തോന്നി, എൻ്റെ തോട്ട്സാണ് ഞാൻ ഷെയർ ചെയ്തത്. അതിൽ ഞാൻ രണ്ടുപേരെയും ഞാൻ ആക്ച്വലി ഒരേപോലെയാണ് കണ്ടത്. രണ്ടുപേരും ചെയ്ത രീതി വളരെ മെച്ചോർഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് തെറ്റി. ഞാനും ഹ്യൂമനാണ്, എനിക്കും എറർ വരും. എൻ്റെ നിഗമനം തെറ്റി. ഐ അഡ്മിറ്റ് ഇറ്റ്. എൻ്റെ നിഗമനം തെറ്റി എന്ന് പറയാൻ എനിക്ക് ഒരു ഈഗോ പ്രോബ്ലം ഒന്നുമില്ല. കാരണം ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഒരു വ്യൂവർ മാത്രമാണ് ആ ഒരു കേസിൽ. കാരണം എനിക്ക് രണ്ടാൾക്കാരെയും അറിയാമെങ്കിലും പേഴ്സണൽ ലെവലിൽ ഒരുപാട് അറിയത്തില്ല. അതുമാത്രമല്ല, അവർ പറയുന്നത് എന്താണോ, അവർ വീഡിയോയിൽ വന്ന് പറയുന്നത് എന്താണോ അതേ എനിക്കറിയുള്ളൂ. അപ്പോൾ ഞാൻ ഒരു ആളുടെ ഭാഗം മാത്രം കേട്ടിട്ട് എനിക്കെന്ത് തോന്നി എന്നുള്ളതാണ് ഞാൻ ആ വീഡിയോയിൽ അന്ന് പറഞ്ഞത്. രണ്ടാമത്തെ ആളുടെ ഭാഗം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. ആ ഒരാളുടെ ഭാഗം കേട്ടപ്പോൾ തന്നെ എനിക്ക് ആ ആള് സംസാരിച്ച രീതി മറ്റുള്ള രണ്ടാമത്തെ ആളുടെ പാർട്ട്ണറായിരുന്ന ആളെ കുറ്റപ്പെടുത്താതെയും വളരെ ഡീസൻ്റ് ആയിട്ടും സംസാരിച്ചുകൊണ്ട് തന്നെ എനിക്കത് നല്ല ഒരു അച്ചടക്കമുള്ള ഒരു സംഭവമായിട്ടാണ് ഫീൽ ചെയ്തത്. ആ വീഡിയോ കണ്ടതിനെ ആസ്പദമാക്കി എൻ്റെ മനസ്സിൽ തോന്നിയ, എൻ്റെ മനസ്സിലുണ്ടായ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് കേട്ടപ്പോൾ ഇറ്റ് വാസ് സോ ബിലീവബിൾ. മനസ്സിലായില്ലേ? അത് ആ വീഡിയോ കാണുമ്പോഴേക്കും എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര ബിലീവബിൾ ആയിട്ടാണ് ഫീൽ ചെയ്തത്. ദ വേ ഹി സെഡ് ഇറ്റ്, എല്ലാ കാര്യങ്ങളും എനിക്ക് പേഴ്സണലി വളരെ ബിലീവബിൾ ആയിട്ടാണ് ഫീൽ ചെയ്തത്. ബട്ട് ഞാൻ നിങ്ങളോട് പണ്ട് വേറൊരു കഥ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഒരാളെ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കുന്നത് ആ ആളുടെ വീട്ടുകാരോ അല്ലെങ്കിൽ പാർട്ട്ണറായിരിക്കും. മറ്റുള്ള പുറമേയുള്ള എല്ലാ ആൾക്കാരും അയാളുടെ ആക്ച്വൽ ക്യാരക്ടർ എന്താണെന്നുള്ളത് അറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അൺലെസ് ആൻഡ് അണ്ടിൽ ഒരു വീട്ടിൽ ഒരു മുറിയിൽ താമസിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ആളുടെ ക്യാരക്ടർ അറിയാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇപ്പം നടന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അന്ന് പറഞ്ഞ കപ്പിളുള്ള ഫീമെയിൽ പാർട്ട്ണർ ഈ അടുത്ത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട്, പുള്ളിക്കാരിയുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് വളരെ ഓപ്പൺ അപ്പ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ആ വീഡിയോ വന്നപ്പോൾ തന്നെ ഞാൻ എടുത്ത് കണ്ടു. ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ആദ്യം വന്ന് സംസാരിച്ച ലൈഫ് സ്റ്റൈൽ വ്ളോഗർ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ വ്യത്യാസമുണ്ടെന്നുള്ളതും ഇയാളുടെ തന്നെ പാർട്ട്ണറായിരുന്ന ആളാണ് ഇത് പറയുന്നത്. അപ്പോൾ ആ പാർട്ട്ണറേക്കാൾ കൂടുതൽ എനിക്ക് ഒബ്വിയസ്ലി ആളെ മനസ്സിലാക്കാൻ പറ്റില്ല. ആ പാർട്ട്ണർ മനസ്സിലാക്കിയതുപോലെ എനിക്ക് എന്തായാലും മനസ്സിലാക്കാനുള്ള ഒരു സ്പേസ് പോലും ഡെഫിനറ്റ്ലി എനിക്കില്ല. അപ്പോൾ എനിക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായത്, ആ പാർട്ട്ണർ പറഞ്ഞതാണ് കുറച്ചും കൂടി സത്യാവസ്ഥ. അതാണ് എനിക്ക് കൂടുതൽ വിശ്വസിക്കാൻ താല്പര്യം. ആൻഡ് ഞാനിത് ആദ്യമേ പറയാണ്, ഐ സ്റ്റാൻഡ് ബൈ വിത്ത് ദിസ് ഗേൾ. ഇത് വന്നപ്പോഴേക്കും ഞാൻ എന്തുകൊണ്ടൊരു ഐ ഓപ്പണർ എന്ന് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടെ. നിങ്ങളെല്ലാവരും ഇതിനു മുന്നേ ഒരു പർട്ടിക്കുലർ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗർ വന്നിട്ട് വാഴത്തോട്ടത്തിലേക്ക് വന്നിരുന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ ആ ഒരാളുടെ മാത്രം സൈഡാണ് കേട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? അതെല്ലാം കേട്ട് വിശ്വസിച്ചു. ആ ആളുടെ പാർട്ട്ണറുടെ സൈഡ് നിങ്ങൾ ആരും കേട്ടിട്ടില്ല. ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ വൈഫ് കേട്ടിട്ടുണ്ട്. അപ്പം ആ പാർട്ട്ണർ എന്താണോ പറയാനുള്ളത് അത് നിങ്ങൾ വ്യൂവേഴ്സ് ആരും കേട്ടിട്ടില്ല. അത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് റിയാലിറ്റി എന്താണെന്ന് മനസ്സിലായത്. അപ്പോഴാണ് ഞാൻ ഈ ഫ്രണ്ടായിരുന്ന ആളുടെ അടുത്ത് ചെന്നിട്ട് കാര്യങ്ങൾ കൺഫ്രണ്ട് ചെയ്തതും ആളെ അഡ്മിറ്റും ചെയ്തതും ഈ പാർട്ട്ണർ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ആണെന്നുള്ളത്. അതും പാർട്ട്ണറായിട്ടുള്ള ആൾ വിത്ത് പ്രൂഫാണ് എൻ്റെ അടുത്തും എൻ്റെ വൈഫിൻ്റെ അടുത്തും കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ പ്രൂഫും ഉണ്ട്,
കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി, ഇന്ന ആള് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും മനസ്സിലായി, ആളെ കൺഫ്രണ്ട് ചെയ്തു, അയാളും അഡ്മിറ്റ് ചെയ്തു, മനസ്സിലായില്ലേ? അതിൻ്റെ ഒരു റിപ്പറ്റീഷൻ പോലെയാണ് എനിക്കിപ്പോൾ ഇത് ഫീൽ ചെയ്യുന്നത്. വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേതിൽ ഞാൻ ഡയറക്റ്റ്ലി ഇൻവോൾവ് ആയിരുന്നു, ഇത് ഞാൻ ആസ് എ വ്യൂവർ മാത്രമാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ ആസ് എ വ്യൂവർ കണ്ടപ്പോലും നിങ്ങൾ ഇത് തമ്മിൽ എന്തിനു ഞാൻ കണക്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ഇതിന് മുന്നേ നടന്ന ആ ഒരു ബ്രേക്കപ്പിൻ്റെ ഇതിൽ ആസ് എ വ്യൂവർ ആയിരുന്നത് നിങ്ങൾ പ്രേക്ഷകരാണ്. ഇന്ന് ആ സ്ഥാനത്ത് ആ പ്രേക്ഷകരുടെ കൂടെ ഞാനും ഉണ്ട് ഈ രണ്ടാമത്തെ ബ്രേക്കപ്പിൻ്റെ കേസ് വന്നപ്പോഴേക്കും. അപ്പോൾ അന്ന് വ്യൂവേഴ്സ് ആയിരുന്നവരുടെ ഷൂസിലേക്ക് ഇന്ന് ഞാൻ എത്തി. കാരണം ഇവിടെ ഞാൻ പുറമേ നിന്ന് വീഡിയോസ് കാണുന്ന ഒരാളാണ്. അപ്പോൾ ആദ്യത്തെ വീഡിയോ വന്നപ്പോഴേക്കും ഇതിന് മുന്നേ ഉള്ള ലൈഫ് സ്റ്റൈൽ ബ്ലോഗറിൻ്റെ കേസ് വരെ ഞാനും ആൾ പറഞ്ഞ എല്ലാം കേട്ട് വിശ്വസിച്ചു. പക്ഷേ റിയാലിറ്റി വാസ് എ ലോട്ട് ഡിഫറെൻറ്റ്. കാരണം ഈ ആളുടെ തന്നെ പാർട്ട്ണർ വന്ന് പല കാര്യങ്ങളും വന്ന് വീഡിയോയിൽ ഒന്ന് പറഞ്ഞപ്പോഴേക്കും സംഭവം എനിക്ക് ആ ആൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ബിലീവബിൾ ആയിട്ട് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് ഈ ഫീമെയിൽ പാർട്ട്ണർ വന്ന പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ദാറ്റ് മീൻസ് ആ മെയിൽ പാർട്ട്ണർ വന്ന് പറഞ്ഞ കാര്യങ്ങളല്ലായിരുന്നു സത്യാവസ്ഥ. പക്ഷേ ഐ സ്റ്റിൽ റെസ്പെക്ട് ഹിം ഫോർ വൺ തിങ്. കാരണം ഈ ഒരു ഫീമെയിൽ പാർട്ട്ണറിന്റെ ഒരു രീതിയിൽ കുറ്റമോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞില്ല. വളരെ ബാലൻസ്ഡ് രീതിയിൽ ആള് വീഡിയോ രണ്ടുപേർക്കും കേടില്ലാത്ത രീതിയിൽ സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ള ഒരു കാര്യം, ആ ഒരു ആസ്പെക്റ്റിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് തോന്നി എന്നുള്ള കാര്യം ഞാൻ ഈവൺ എനിക്കങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടാണ് അത് പറഞ്ഞത്. പക്ഷേ ഞാൻ അതിൽ കൂടുതൽ കടന്ന് ചിന്തിക്കുമ്പോഴേക്കും ആ ആസ്പെക്റ്റിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആളത് ചിലപ്പോൾ ഈ ഫീമെയിൽ പാർട്ട്ണർ പ്രോബ്ലംസ് ഒന്നും വരണ്ടെന്ന് വെച്ച് ചെയ്തായിരിക്കാം. പക്ഷേ ഈ ഫീമെയിൽ പാർട്ട്ണർ അത് അക്നോളജ് ചെയ്തിട്ടില്ല. അത് അക്നോളജ് ചെയ്യാതെ തന്നെ അക്നോളജ് ചെയ്തിട്ടുണ്ടെന്ന് മേ ബി ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇയാൾ വന്നിട്ട് കാര്യങ്ങളെല്ലാം പറയുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന നമ്മുടെ മനസ്സിൽ തോന്നിയ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ തോന്നിയ, ഞാൻ എൻ്റെ കേസ് മാത്രം പറയാം, എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം അപ്പോൾ മറ്റേ ആൾ പറഞ്ഞതല്ലല്ലോ സത്യം. കാരണം ഇയാൾ പറയുന്നതാണല്ലോ എനിക്ക് കുറച്ചും കൂടി ബിലീവബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ എൻ്റെ തോട്ട് പ്രോസസ്സിൻ്റെ സംഭവമാകാം. പക്ഷേ എനിക്ക് ഈ പെൺകുട്ടി വന്ന് പറഞ്ഞ, ഈ ഫീമെയിൽ പാർട്ട്ണർ വന്ന് പറഞ്ഞ കാര്യമാണ് എനിക്ക് കുറച്ചും കൂടി കൺവിൻസിങ് ആയിട്ട് തോന്നിയത്. ഈവൻ പുള്ളിക്കാരി പറഞ്ഞ പല കാര്യങ്ങളും ഒന്നിരുന്ന് ആലോചിച്ചപ്പോഴേക്കും ശരിയാണ്, പുള്ളിക്കാരിക്ക് ഇങ്ങനെ റിയാക്ട് ചെയ്യേണ്ട വേറെ ഉദ്ദേശങ്ങളോ ദുരുദ്ദേശങ്ങളോ ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അത് മാത്രമല്ല പുള്ളിക്കാരി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിമനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ലേഡി വന്ന് പറയുമ്പോഴേക്കും ആളെന്നേക്കാൾ ഒരുപാട് പ്രായം കുറഞ്ഞ ആളാണെങ്കിൽ ഞാൻ റെസ്പെക്റ്റ്ഫുൾ ആയിട്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു കുട്ടി വളരെ ബോൾഡായിട്ട് വന്ന് കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും ഐ ഹാവ് ഇമെൻസ് റെസ്പെക്ട് ഫോർ ഹർ. കാരണം ഇതിന് മുന്നേ ഉള്ള സിറ്റുവേഷനിൽ ആ ഒരു ഫീമെയിൽ പാർട്ട്ണറിന്, ആ ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗറിൻ്റെ ഫിയാൻസിക്ക് അതൊന്നും പറയാൻ പറ്റിയില്ല. പക്ഷേ ഈ കുട്ടിക്ക് അത് പറ്റി. അപ്പോൾ ഷീ ഈസ് മച്ച് മോർ ബോൾഡർ ആൻഡ് കോൺഫിഡൻറ്റ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ വന്ന് പറയാൻ പറ്റി. മറ്റേടത്ത് ഐഡന്റിറ്റി എന്താണെന്നുള്ള റിവീൽ ആയിട്ടില്ല. ഇവിടെ ഓൾറെഡി ഐഡന്റിറ്റി എന്താണെന്നുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ കുട്ടിക്ക് ഷീ കുഡ് കം ആൻഡ് സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ ആൻഡ് ടോക്ക്. അത് മാത്രമല്ല ഓൾറെഡി കുറേ വീഡിയോസിൽ ഭാഗമായിരിക്കുന്നതുകൊണ്ട് പുള്ളിക്കാരിക്ക് ചെറിയൊരു കോൺഫിഡൻസ് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് വന്ന് ഇതെല്ലാം മുഖത്ത് നോക്കി സംസാരിക്കാം, മുഖത്ത് ഇൻ ദ സെൻസ് ക്യാമറ നോക്കി ഇതൊക്കെ സംസാരിക്കാൻ പറ്റി. ആൻഡ് ഐ ഹാവ് ഇമെൻസ് റെസ്പെക്ട് ഫോർ ഹർ ഫോർ സ്പീക്കിംഗ് ഔട്ട്. അതുകൊണ്ട് തന്നെ ഈ പുള്ളിക്കാരി വന്ന് ഇത് പറഞ്ഞില്ലെങ്കിൽ ഞാനും ഇതൊന്നും അറിയാതെ പോകുമായിരുന്നു. തന്നെ ഞാനും രണ്ടുപേരും ഒരു കുഴപ്പമില്ലാതെ ഒരു രീതിയിൽ ഒരു പ്രശ്നമൊന്നും ഇല്ലാതെയാണ് ബ്രേക്ക് ഓഫ് ആയിരിക്കുന്നത്. അതുപോലെ ഒന്നും വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നെന്ന് വിചാരിച്ചേനെ. പക്ഷേ ഈ പുള്ളിക്കാരി വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഈ പറഞ്ഞ ആള് ഈ ലൈഫ് സ്റ്റൈൽ ബ്ലോഗറെ ആക്ട് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത്, അങ്ങനെയൊന്നും അല്ലായിരുന്നു, പുള്ളിക്കാരൻ്റെ ഇമോഷൻ അതല്ലായിരുന്നു, മറ്റേ മറിച്ച്. അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടി ചിന്തിച്ചപ്പോഴേക്കും ശരിയാണല്ലോ, ഈ പറഞ്ഞ കാര്യങ്ങൾ കുറേ പോയിന്റ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ അത് തിരുത്തുക. അല്ലെങ്കിൽ നമ്മൾ എല്ലാം അസസ് ചെയ്യുന്ന കറക്റ്റാണോ എന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യനൊന്നുമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയ കാര്യം ഞാൻ അപ്പം തന്നെ മനസ്സിലാക്കി, ഓക്കെ ഇതായിരിക്കും അപ്പം മിക്ക പ്രേക്ഷകർക്കും കഴിഞ്ഞ തവണ വാഴത്തോട്ടം ബ്ലോഗറിൻ്റെ കാര്യം വന്നപ്പോഴേക്കും സംഭവിച്ചേക്കണം. കാരണം ആള് പറഞ്ഞത് എല്ലാം കേട്ടപ്പോൾ ഓബ്വിയസ്ലി പ്രേക്ഷകർ വിശ്വസിച്ചിട്ടുണ്ട്, എന്നെ പോലെ തന്നെ, ഇപ്പം ഈ കേസിലെ പോലെ. പക്ഷേ പാർട്ട്ണറിൻ്റെ കാര്യം പാർട്ട്ണർ തന്നെ വന്ന് പറഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തത മനസ്സിലായത്. മറ്റേ കേസിൽ പാർട്ട്ണർ വന്ന് പറഞ്ഞിട്ടില്ല.
ഞാനാണ് വന്ന് പറഞ്ഞിരിക്കുന്നത്, പാർട്ട്ണർ എന്നോടാ പറഞ്ഞത്, ഞാനാണ് വന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം എനിക്ക് മനസ്സിലായി, ഓക്കെ, അതായത് ഇങ്ങനെയാണ് അപ്പോൾ മിക്ക പ്രേക്ഷകരും തെറ്റിദ്ധരിക്കപ്പെടുന്നതെന്നുള്ളത്. അപ്പോൾ ദിസ് ഐ ഹാവ് ടു സേ, അപ്പോൾ എൻ്റെ നിഗമനം തെറ്റായിരുന്നു. മറ്റേ കേസിൽ നിഗമനമല്ല, അതെനിക്ക് ആക്ച്വലി അറിയാവുന്ന കാര്യമാണ്. ഞാൻ എൻ്റെ ഭാഗമായിട്ടുള്ള ആളാണ്. ഇത് എനിക്ക് വീഡിയോ കണ്ടിട്ടുള്ള എൻ്റെ തോട്ട് മാത്രമാണ്. തോട്ട്സ് ക്യാൻ ബി റോങ്, പക്ഷെ റിയാലിറ്റി ഇസ് ഡിഫറെൻറ്റ്. നമ്മളൊരു സാധനത്തിൻ്റെ ഭാഗമാവുന്നതും വേറൊന്നിൻ്റെ കാഴ്ചക്കാരനാവുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഭാഗമായിരുന്ന കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇവിടെ ഭാഗമായിരുന്ന ഒരാൾ വന്ന് വീഡിയോയിൽ വന്ന് പറയുമ്പോൾ, അതും ആളുടെ എക്സ് പാർട്ട്ണർ വന്ന് പറയുമ്പോഴേക്കും അതിൽ കൂടുതൽ ബിലീവബിൾ ആയിട്ടുള്ള വേറൊരു കാര്യം ഇല്ല എന്നാണ് എൻ്റെ തോട്ട് പ്രോസസ്സ് അനുസരിച്ച്, എൻ്റെ ബുദ്ധി അനുസരിച്ച് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, വളരെ വളരെ കൺവിക്ഷനോടുകൂടിയാണ് ആ കുട്ടി വന്ന് വളരെ ബോൾഡായിട്ട് പറഞ്ഞത്. പുള്ളിക്കാരി പറഞ്ഞ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും വളരെ ബിലീവബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഐ ഹാവ് നോ അതർ എന്താ പറയുക വർക്ക് അറൗണ്ട് ഓൺ ദിസ്. കാരണം എനിക്ക് ഫീൽ ചെയ്തത് ആ കുട്ടി വളരെ വളരെ ഓണസ്റ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബി വിത്ത് ദ മോസ്റ്റ് ഓണസ്റ്റ് പേഴ്സൺ. അത് മാത്രമല്ല, ഡൂ ദ റൈറ്റ് തിങ് എന്നുള്ളത് എൻ്റെ ഇതിലുള്ളതാണ്. ലെറ്റ്സ് മറ്റേ ആൾ എത്രയൊക്കെ എങ്ങനെയൊക്കെ ആളായാലും ശരി, എനിക്ക് അറിയാവുന്ന ആളായാലും ശരി, ഫ്രണ്ട് ആയിരുന്നാലും ശരി, എന്തോ ആയിക്കോട്ടെ, പക്ഷേ ആരുടെ ഭാഗത്താണോ ശരിയുള്ളത് ആളുടെ കൂടെ നിൽക്കുക എന്നുള്ളത് എൻ്റെ ഒരു എത്തിക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഐ സ്റ്റാൻഡ് ബൈ ദിസ് ഗേൾ. അതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. കാരണം എൻ്റെ നിഗമനം തെറ്റിപ്പോയി എന്നുള്ളത് നിങ്ങൾ പ്രേക്ഷകരോടുകൂടി പറയാൻ വേണ്ടി തന്നെയാണ്. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങൾ എനിക്ക് തെറ്റിപ്പോയി. അതായത് ഞാൻ കരുതിയിരുന്ന റിയൽ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ച ലൈഫ് സ്റ്റൈൽ വ്ളോഗർ പോലും റിയൽ അല്ല എന്നുള്ളതാണ്. അത് എനിക്ക് തോന്നിപ്പോയതാണെന്നുള്ളതാണ്. ഈ വീഡിയോയിൽ എനിക്ക് വേറൊരു കാര്യം കൂടെ റിമൈൻഡ് ചെയ്യാനുള്ളത്, ഐ ഓപ്പണറായിട്ട് എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് പറയാനുള്ളത്, ഇത് തന്നെയാണ് നിങ്ങൾക്കും കഴിഞ്ഞ തവണ വേറൊരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറിന്റെ ഭാഗത്ത് സംഭവിച്ചതെന്നുള്ളതാണ്. വാഴത്തോട്ടത്ത് വന്നിരുന്നപ്പോഴേക്കും എന്താണോ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് തോന്നിയത്, ആ വൈബ് തന്നെയാണ് എനിക്ക്, ആ ഒരു ഫീലിംഗ് തന്നെയാണ് എനിക്ക് ഇപ്പോൾ ഈ ഒരു വ്ളോഗറിന്റെ കേസിൽ എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് റിയാലിറ്റി ട്വിസ്റ്റായി പെട്ടതുപോലെ തന്നെ എനിക്ക് ഇതിനകത്തും ട്വിസ്റ്റായി. ഈ പാർട്ട്ണർ എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനും നിങ്ങളെപ്പോലെ വിശ്വസിച്ചാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണ്, രണ്ട് സൈഡും കേട്ടിട്ടേ നിങ്ങളൊരു നിഗമനത്തിലേക്ക് എത്താൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഞാൻ രണ്ട് സൈഡും ഇപ്പോൾ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഏതാണോ ശരിയെന്ന് മനസ്സിലായത് ഞാൻ ആ പാത്ത് ചൂസ് ചെയ്തു എന്നുള്ളതാണ്. ഇതാണ് നടന്ന കാര്യം. മറ്റേ കേസിൽ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ് ഞാൻ ഓൾറെഡി കേട്ടിട്ടുണ്ട്. ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ തന്നെ, ഇതിന് മുന്നേ ഇട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ. മറ്റുള്ളവരോട് എനിക്ക് ഇപ്പോൾ അവർ ബ്രേക്കപ്പ് കഴിഞ്ഞിരിക്കാനുള്ളൂ, എനിക്ക് ഇപ്പോൾ സംസാരിക്കാൻ പറ്റില്ല, പിന്നീട് അവർ എല്ലാം നോർമലായി കഴിഞ്ഞ ശേഷം പിന്നീട് എന്തെങ്കിലും ഞാൻ സംസാരിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. അതും ഒരു പേഴ്സണൽ സ്പേസിൽ സംസാരിക്കാമെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ അതിന് മുന്നേ തന്നെ ഇപ്പോൾ ഫീമെയിൽ പാർട്ട്ണർ വന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ കുട്ടി മനസ്സിലാക്കിയതുപോലെ എന്തായാലും ഡെഫിനറ്റ്ലി നമുക്ക് ആർക്കും ഈ പറഞ്ഞ ആളെ മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ഇത്രയും കൊല്ലം കൂടെ ഉണ്ടായിരുന്ന ആളെ വളരെ വ്യക്തമായിട്ട് ത്രൂ ഔട്ട് ഇൻ ആൻഡ് ഔട്ട് മനസ്സിലാക്കുന്ന ആരും വേറെ ഉണ്ടാവില്ല. ആ പാർട്ട്ണറും അവരുടെ ആ റിലേഷൻഷിപ്പിനകത്ത് നടന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ആ പാർട്ട്ണറായിരിക്കും. ഇത് തന്നെയാണ് മുന്നത്തെ ലൈഫ് സ്റ്റൈൽ വ്ളോഗറിന്റെ കേസിൽ ഞാൻ പറഞ്ഞിരുന്നത്. കാരണം ആ കുട്ടി പാർട്ട്ണറായിട്ടുള്ള ആൾ എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ എനിക്ക് അത് വിശ്വസിക്കാൻ പ്രൂഫോടുകൂടി പറയുമ്പോഴേക്കും അതിൽ കൂടുതൽ വേറെ ഒന്നും എനിക്ക് വേണ്ട. കാരണം അവിടെ പാർട്ട്ണറായിരുന്ന ആൾ എൻ്റെ എത്ര വലിയ ഫ്രണ്ട് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഹീ ഹാഡ് ഡൺ എ ലോട്ട് ഓഫ് റോങ് തിങ്സ്. അത് ഇമെൻസ് റോങ് തിങ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ആളെ ഫാമിലി ഉള്ളവരൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രൂഫ് കാണുന്നത്. അത് മാത്രമല്ല അതിൽ ഡയറക്റ്റ്ലി ഞാൻ ഇൻവോൾവ് ആയി. കാരണം പറഞ്ഞ ആളുടെ ഫാദർ വിളിച്ച് എൻ്റെ അടുത്ത് പേഴ്സണലി ഞാൻ കേൾക്കെ ആണ് എൻ്റെ അടുത്ത് എന്നെ ഹോം വിളിച്ചാണ് പറയുന്നത്. അപ്പോൾ മനസ്സിലായി, അതിൽ ഞാൻ ഡയറക്റ്റ് ഇൻവോൾവ് ആയി. ഇതിൽ ഞാനൊരു സ്പെക്ടേറ്ററാണ്. നിങ്ങളെപ്പോലെ തന്നെ ഒരു സ്പെക്ടേറ്ററായി, അതായത് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നത്, അവിടെ നിങ്ങളായിരുന്നു സ്പെക്ടേറ്റർ, ഞാൻ അതിൽ ഇൻവോൾവ് ആയിരുന്നു. ഇവിടെ ഈ കേസ് വന്നപ്പോൾ നിങ്ങളെപ്പോലെ അതിൽ നിങ്ങൾ സ്പെക്ടേറ്റർ ആയിരുന്ന പോലെ ഞാൻ ഈ കേസിൽ സ്പെക്ടേറ്റർ മാത്രമായിരുന്നു. അപ്പോൾ പക്ഷെ ഞാനിപ്പോൾ റിയലൈസ് ചെയ്തു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, ഓക്കെ, മൈ തോട്ട്സ് വെയർ റോങ് എന്നുള്ളത്. അത് നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എന്തായാലും അപ്പോൾ നിങ്ങൾക്ക് ചുരുക്കി പറഞ്ഞ സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആരെയും വിശ്വസിക്കേണ്ട. ഈ വ്ളോഗിങ് എന്ന് പറഞ്ഞ സംഭവത്തിൽ ഇപ്പോൾ ഈ ഒരു സംഭവത്തോടെ എനിക്ക് മനസ്സിലാക്കുന്നത്, പല ആൾക്കാരും ഈവൻ നമ്മുടെ തോട്ട്സിൽ പോലും വളരെ റിയലായിട്ട് നിൽക്കണമെന്ന് തോന്നുന്ന ആൾക്കാരും ഇറ്റ്സ് വെരി റിയൽ എന്നുള്ളതാണ്. അപ്പം നമ്മുടെ തോട്ട്സ് ക്യാൻ ബി
എന്താ പറയുക, റോങ്. ഇറ്റ് വാസ് റോങ് ഇൻ ദിസ് കേസ് ആണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഞാൻ 2 ദിവസം വെയിറ്റ് ചെയ്തു. ഇത്രയും ദിവസം ഈ വീഡിയോ വരാൻ വൈകിയതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ 2 ദിവസം മുന്നെയാണ് ഈ വീഡിയോ വന്നത്. പക്ഷേ ഞാൻ വെയിറ്റ് ചെയ്തത് ഈ മെയിൽ പാർട്ട്ണറായിട്ടുള്ള ആൾ ലൈഫ് സ്റ്റൈൽ വ്ളോഗർ എന്തെങ്കിലും പറയുമോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കിയിരുന്നതാണ്. ഒന്നും വന്നില്ല. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഇഫ് എ പേഴ്സൺ ഡസൻ ഹാവ് എ റിപ്ലൈ, അല്ലെങ്കിൽ ഇഫ് ഹി ഓർ ഷീ ഡസൻ ഹാവ് എനിത്തിങ് ടു സേ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നിഘണ്ടുവിൽ ഇഫ് എ പേഴ്സൺ ഇസ് നോട്ട് റെസ്പോണ്ടിങ്, എൻ്റെ നിഘണ്ടു അനുസരിച്ചിട്ട് ആ ആളാണ് തെറ്റുകാരൻ, അല്ലെ ആ ആളുടെ ഭാഗത്ത് ഒരുപാട് ശരി കേടുകളുണ്ട്. അതുകൊണ്ടാണ് അയാൾ മിണ്ടാതിരിക്കുന്നത്, ആളൊന്നും പറയാത്തത്. കാരണം ആൾക്ക് പറയാനൊന്നും ഇല്ല എന്നുള്ള ഒരു സംഭവമാണ്. ഇതിന് മുന്നേ ഉള്ള കേസ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് അറിയാം, ഒന്നും മറ്റേ ആൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ, വൈ ഈസ് നോട്ട് സ്പീക്കിംഗ്, വൈ ഹി ഡിഡ്ന്റ് ടോക്ക് എനിത്തിങ്, അല്ലെങ്കിൽ സംഭവം നിങ്ങൾക്ക് ഊഹിക്കാം. അതേപോലെ തന്നെ എനിക്ക് ഈ കേസിൽ ഞാൻ 2 ദിവസം വെയിറ്റ് ചെയ്തു, ഒന്നും വരുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ, ഈ കുട്ടി ഇത്രയും വന്ന് പറഞ്ഞിട്ട് പോയിട്ടും ആൾക്കൊന്നും പറയാനില്ലെങ്കിൽ ദാറ്റ് മീൻസ് വാട്ട് ഷീ സെഡ് ഇസ് ഇൻ എ വേ വെരി ട്രൂ. അപ്പോൾ ഇറസ്പെക്റ്റീവ് ഓഫ് ആൾക്കാരെ എന്തോ ആയിക്കോട്ടെ, അവരെ മുന്നേ ആരും ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, പക്ഷേ എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ബി വിത്ത് ദ പേഴ്സൺ ഹൂസ് ജെന്യുൻ ആൻഡ് ഹൂ ഡിസേർവ്സ് എന്താ പറയുക ജസ്റ്റിസ് എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാനിപ്പോൾ രണ്ടും കേട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഈ കുട്ടിയുടെ ഭാഗത്ത് നിൽക്കാനേ പറ്റുള്ളൂ. കാരണം ഈ കുട്ടി പറഞ്ഞ കാര്യങ്ങളാണ് എനിക്ക് കുറച്ചും കൂടി കൺവിൻസിങ് ആയി തോന്നിയത്. അൺലെസ് ആൻഡ് അണ്ടിൽ ഇനിയിപ്പോൾ മറ്റേ ആൾ വന്ന് ഈ കുട്ടി പറഞ്ഞതെല്ലാം തെറ്റായിരുന്നു എന്നുള്ളത് തെളിയിക്കാൻ പറ്റണം. എനിക്ക് കൺവിൻസിങ് ആയാൽ ഓക്കെ. പക്ഷേ ഇപ്പോൾ ആസ് ഓഫ് നൗ 2 പേരുടെയും ഭാഗം കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് ഈ കുട്ടിയുടെ ഭാഗത്താണ് കുറച്ചും കൂടി ന്യായവും അതുപോലെ തന്നെ ശരിയുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് വീണ്ടും ഇടയ്ക്ക് പറയുന്നത്, മറ്റേ കേസിൽ നിങ്ങൾ വാഴത്തോട്ടത്തിൽ ഇരുന്ന് പറഞ്ഞത് മാത്രമേ കേട്ടിട്ടുള്ളൂ. നിങ്ങൾ ആ ആളുടെ പാർട്ട്ണർ, എക്സ് പാർട്ട്ണറായിരുന്ന ഫിയാൻസി ആയിരുന്ന ആൾ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ല. അത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഞാൻ കൺഫ്രണ്ട് ചെയ്യുകയും ചെയ്തു ഫ്രണ്ടായിരുന്ന ആളോട്. അപ്പോൾ ആൾ പറഞ്ഞു ഓക്കെ, അതായത് ശരിയാണ്, എൻ്റെ ഭാഗത്ത് ഇതൊക്കെ തെറ്റ് വന്നിട്ടുണ്ട്, ഇതൊക്കെയാണ് സംഭവിച്ചത്, ഓക്കെ, ആൾ പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന് ആൾ ഓൾറെഡി അഡ്മിറ്റ് ചെയ്തു. പക്ഷെ നമ്മുടെ കൂടെ ഇതൊക്കെ കേട്ടിട്ടും ഇതെല്ലാം കഴിഞ്ഞിട്ടും ആ ആള് ചെയ്ത് തെറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് നമ്മളെ നൈസായിട്ട് അങ്ങോട്ട് എന്താ പറയുക ഒതുക്കാൻ നോക്കിയിട്ട് ഇപ്പം അതേ ആളുടെ കൂടെ നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ കുറ്റം ചെയ്തതിനേക്കാളും വലിയ ഊളകളാണ് ആ കുറ്റം ചെയ്തിട്ടും എല്ലാം അറിഞ്ഞിട്ടും പിന്നീടും അത് ന്യായീകരിച്ച് കൂടെ നടക്കുന്ന എംബോക്കികൾ എന്ന് ഞാൻ പറയും. കാരണം എൻ്റെ അഭിപ്രായത്തിൽ അവരതിനും ഡേഞ്ചറാണ് എന്നാണ് എൻ്റെ ഒരു സംഭവം. പിന്നെ ആ പറഞ്ഞ ആൾക്കാരുടെ കയ്യിലിരിപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ഈ ചാനലിലൂടെ എന്നും വന്നിട്ട് പറയുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് സ്റ്റോറി രൂപേണ ഇങ്ങനെ പറയേണ്ടി വരുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാം. അത് മാത്രമല്ല, ഒരു സ്റ്റോറി ആയിട്ട് നമ്മളൊരു കാര്യം പറയുമ്പോഴാണ് ആൾക്കാരുടെ തലയിലേക്ക് പലതും കയറുള്ളൂ. ഒരു ഫാക്റ്റായിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ മിക്ക ആൾക്കാരുടെ തലയിൽ കയറില്ല. അത് മാത്രമല്ല, ഒരു സ്റ്റോറി ഈസ് ഓൾവേസ് എൻ്റർടൈനിങ് ദാൻ എ ഫാക്ട്. അത് മാത്രമല്ല, നിങ്ങൾ എടുത്തോ, ഒരു സിനിമയിലൂടെ ഒരു കഥ പറയുമ്പോഴാണ് എല്ലാവരും അത് കൂടുതലും ഇരുന്ന് ശ്രദ്ധിച്ച് കാണുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഉദ്ദേശം ഇസ് ഓൾവേസ് ആൻ ഐ ഓപ്പണർ. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസസിൽ നിന്നുള്ള പല കാര്യങ്ങൾ ഇവിടെ വന്ന ഒരു എഡ്യൂക്കേഷണൽ രൂപേണ നിങ്ങളുടെ അടുത്ത് പറയുക. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ബുദ്ധിയുള്ള ആൾക്കാർ മനസ്സിലാക്കട്ടെ, അല്ലാത്തവർ വേണ്ട. ബ്ലൈൻഡ് ആയിട്ടുള്ള ഫാൻസ് ഫോളികളോടൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നിങ്ങൾ ജീവിതാവസാനം വരെ സ്വന്തം വീട്ടിലെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ സിബ്ലിങ്സിനേക്കാൾ കൂടുതൽ ഈ പറഞ്ഞ ആൾക്കാരെ തലയിൽ വെച്ചുകൊണ്ട് കിടക്കും, ഒക്കത്ത് വെച്ചുകൊണ്ട് കിടക്കും. അവരെ മറ്റേ അണ്ണ ലവ് യു മറ്റേ മറിച്ച് എന്നൊക്കെ പറഞ്ഞ് നടക്കും. പക്ഷേ ചിലപ്പോൾ വേണമെങ്കിൽ എന്താ പറയുക, അമ്മക്ക് സ്വർണം മേടിക്കാനോ അല്ലെങ്കിൽ അമ്മയുടെ ഒരു അത്യാവശ്യത്തിനോ അല്ലെങ്കിൽ സർജറിക്കോ പൈസ ചിലവാക്കില്ല. പക്ഷേ മറ്റേയാളുടെ പാലാഭിഷേകത്തിന് ചിലപ്പോൾ പൈസ ചിലവാക്കുമായിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം, ഓരോ ഫാൻസ് ഹോളികളുടെ പ്രകൃതികളാണ്. അപ്പോൾ അതൊക്കെ രണ്ട് മാസമായിട്ട് പറയുകയും ചെയ്യും. മാസമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു ചേട്ടന് ഒരു തേങ്ങയില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും പറഞ്ഞു നന്നാക്കാനോ അല്ലെങ്കിൽ അവരെ പറഞ്ഞു വെളിവ് വരുത്താൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇത് പറയുമ്പോഴേക്കും കുറച്ചെങ്കിലും ആൾക്കാർക്ക് പല കാര്യങ്ങളും മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്.
അപ്പോൾ എന്തായാലും ഞാൻ ആ കുട്ടി വീഡിയോ ഇട്ടപ്പോൾ തന്നെ ആ കുട്ടിയുടെ വീഡിയോയുടെ താഴെ ഞാൻ ചെന്നിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ അപ്പം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആസ് എ റെസ്പോൺസിബിൾ വ്ളോഗർ എൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ് ഞാൻ പറഞ്ഞ കാര്യത്തിൽ പോലും എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ. ഇപ്പം ഞാനൊരു സാധനം കണ്ടിട്ട് ആ പ്രൊഡക്റ്റിന് ഇതായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ പ്രൊഡക്റ്റ് അങ്ങനെ അല്ലെങ്കിൽ ഇന്ന സാധനം ഇങ്ങനെ അല്ലെങ്കിൽ ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി ടു കറക്റ്റ് ഇറ്റ് എന്നുള്ളത്. അത് കമൻസ് രൂപേണയോ വീഡിയോ ആയിട്ട് ചെയ്യണോ അത് എൻ്റെ ഇഷ്ടമാണ്. ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് കുറച്ചും കൂടി ആൾക്കാരിലേക്ക് എത്തും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതുപോലെ ചില ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടാകും ഞാൻ ഇപ്പം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഓടിപ്പോകുന്നു. ഇല്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഞാൻ എന്തെങ്കിലും ഒരു ഭാഗം എൻ്റെ റിയൽ ലൈഫിൽ എന്നോട് അറിയാവുന്ന ആരോടും ചോദിച്ചാൽ മനസ്സിലാവും. എൻ്റെ ഭാഗത്ത് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാനത് തിരുത്താൻ റെഡി ആയിട്ടുള്ള ഒരാളാണ്. അത് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കും ഇൻ ദ സെൻസ് ആ തെറ്റ് എൻ്റെ അടുത്ത് തിരുത്തി പറഞ്ഞു തരുന്ന ആളുടെ അടുത്ത് അത് ഞാൻ കേട്ടിരുന്നിട്ട് ശരിയാണ് അതെൻ്റെ ഭാഗത്തുള്ള തെറ്റാണ് എന്ന് പറഞ്ഞ് ഞാനത് സമ്മതിച്ച് അത് ഞാൻ തിരുത്തുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. പക്ഷേ അപ്പോഴും ഞാൻ ഈ കാര്യം എടുത്തെടുത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ ഷൂസിലാണ് ഇപ്പം ഞാനിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തെറ്റ് തിരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും തിരുത്താൻ പറ്റും. കാരണം പല ആൾക്കാരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറൊരു ആൾ വന്നിട്ട് ഇന്ന ബ്രേക്കപ്പ് സ്റ്റോറി പറഞ്ഞപ്പോഴേക്കും അതെല്ലാം വിശ്വസിച്ചിരിക്കുന്ന ഒരു കൂട്ടമുണ്ട്. അത് വിശ്വസിച്ചിട്ട് ആ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ഫീമെയിൽ പാർട്ട്ണർ ഐഡന്റിറ്റി പോലും റിവീൽ ആയില്ല, എന്നാലും ആ പാർട്ട്ണറെ പറ്റി ഒരുപാട് ചീത്തവിളിയും ബഹളവും, അതുപോലെ എന്താണ് നിങ്ങൾക്ക് വേറെ പെണ്ണിനെ കിട്ടും ചേട്ടാ, എന്താണ് അവള് പോണെങ്കിൽ പോട്ടെ, അവള് തേച്ചിട്ട് പോയി മറ്റേ മറിച്ചൊക്കെ പറഞ്ഞ് കുറേ കമന്റിട്ട കുറേ മണ്ടന്മാരുണ്ട്. അവരോടാണ് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്. അതായത് നിങ്ങൾ മണ്ടരിൽ മണ്ടനായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ആ ഒരു വിഭാഗം ആൾക്കാരിൻ്റെ ഒരു ഇതിലേക്ക് ഞാൻ പോയാനേ. പക്ഷെ ഇവിടെ ലക്കിലി എന്താണ് ഈ ഒരു കേസിൽ എനിക്ക് ഈ ഫീമെയിൽ പാർട്ട്ണർ വന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് ബോധോദയം ഉണ്ടായി. എൻ്റെ ഐ ഓപ്പണിംഗ് മൊമെന്റ് എനിക്ക് ഉണ്ടായി. കാര്യങ്ങൾ മനസ്സിലായപ്പോഴേക്കും അവിടെ ആ പാർട്ട്ണർ വന്ന് ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല. ആ പാർട്ട്ണർ റെപ്രസെന്റ് ചെയ്ത് വന്ന് പറഞ്ഞത് ഞാനാണ്. അപ്പോൾ എൻ്റെ ഉദ്ദേശം ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത്, ഒരു സൈഡ് കേട്ടിട്ടല്ല, വീണ്ടും കേൾക്കുക, ഒരു സൈഡ് കേട്ടിട്ടല്ല നിങ്ങളൊരു കാര്യം തീരുമാനിക്കേണ്ടത്. രണ്ട് സൈഡും കേട്ട് കഴിയുമ്പോഴേക്കും, ഇപ്പോൾ ഒരു 2 പേര് ഇൻവോൾവ് ആയിട്ടുള്ള കാര്യമുണ്ട്, 2 പേരുടെയും കാര്യം കേട്ട് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാവുന്നത്. ഈ കേസിൽ അപ്പോൾ ചിലവർ വേണമെങ്കിൽ ചോദിക്കാം, നീ അങ്ങനെയാണെങ്കിൽ 2ഉം കേട്ടിട്ട് വേണ്ടായിരുന്ന കഴിഞ്ഞ വീഡിയോ ചെയ്യാൻ പറ്റാൻ മറിച്ചാന്ന്. എടേ ആ സമയത്ത് ആ വീഡിയോ ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ വ്ളോഗർ ഇട്ട ടൈമിൽ വേറെ വീഡിയോ ഒന്നും ഈ കുട്ടി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഈ കുട്ടി ചെയ്തത്. അത് മാത്രമല്ല ആ വീഡിയോയിൽ ഈ പറഞ്ഞ ആ ലൈഫ് സ്റ്റൈൽ വ്ളോഗർ, ഞാൻ പറഞ്ഞ വാഴത്തോട്ടത്തിൽ ഇരുന്ന ആളെ പറ്റിയല്ലോ കേട്ടോ, വീട്ടിലിരുന്ന ആളെ പറ്റിയാണ്. ആള് ഒരു രീതിയിലും ഈ കുട്ടി കുറ്റമോ ഒന്നും പറഞ്ഞിട്ടുണ്ടായില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇയാളെ സംശയിക്കേണ്ട ഒരു കാര്യവും വന്നില്ല, ഇയാളെ എതിർക്കേണ്ട ഒരു കേസും വന്നില്ല. ആള് വന്ന് വളരെ മെച്ചുവറായിട്ട് പറഞ്ഞായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഈ കുട്ടി വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതൊരു അഭിനയമായിരുന്നു എന്ന് ഈ കുട്ടി സ്റ്റേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇത്ര നാൾ കൂടെ കിടന്ന ഒരാൾ വന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് വേറെ അതിനകത്ത് കൂടുതലൊന്നും പറയാനില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിക്കാൾ നന്നായിട്ട് എനിക്ക് ആളറിയില്ല. അതുകൊണ്ട് ഈ കുട്ടി പറഞ്ഞത് എനിക്ക് എന്താ പറയുക, ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്തൊക്കെ പറഞ്ഞാലും. അതേപോലെ തന്നെ ഈ കുട്ടിയുടെ സംസാരം, ഈ കുട്ടി സംസാരിച്ച രീതി, ഈ കുട്ടി പറഞ്ഞ പല കാര്യങ്ങളും ഐ ഓപ്പണിംഗ് ആയിരുന്നു. നമ്മൾ ആ ഒരു ഫ്രണ്ടിനെ ബിയോണ്ടായിട്ട് കാണാനായിട്ട്, അതായത് ആ ആള് ചെയ്തിരിക്കുന്ന കാര്യം ഈ കുട്ടി പറഞ്ഞപ്പോഴേക്കും, അല്ലെങ്കിൽ ഞാനവിടെ ആ ഒരു പാർഷ്യാലിറ്റി ഉള്ള ഒരു രീതിയിൽ കാണുന്ന ഒരാളെ അല്ല ഞാൻ. ഇപ്പം ഒരു ഇവന്റ് ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഞാനവിടെ ഫ്രണ്ട് മറ്റേ പ്രശ്നമൊക്കെ എന്താണ് അയാളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പിന്നെ ഞാൻ കൺസിഡർ ചെയ്യില്ല. കാരണം അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ ഒരു സൈഡിൽ ഒരാൾ വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം ഇയാൾക്കെതിരെ പറയുമ്പോഴേക്കും അതിനകത്ത് വളരെ കാമ്പും എന്താ പറയണത് സത്യാവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ, എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഓക്കെ, മറ്റേയാൾ എൻ്റെ ഫ്രണ്ടാണെങ്കിൽ പോലും എനിക്ക് ഇയാളുടെ കൂടെ നിൽക്കാനേ പറ്റുള്ളൂ. ഞാൻ മറ്റേയാളോട് പറയും, എടാ നീ ചെയ്തത് തെറ്റാണ്. അങ്ങനെ ഒരു കൂട്ടുകാരാണ് ഞാൻ. ഞാൻ പഴയ കേസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ പറഞ്ഞ മനുഷ്യനോട് ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പല കേസുകളും തെറ്റാണെന്ന് മൊമെന്റിൽ വരെ പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ പറഞ്ഞിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആൾക്ക് പിടിച്ചില്ല. പക്ഷെ ഇവിടുത്തെ കേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ വ്ളോഗറെ വിളിച്ച് ഇതൊക്കെ പറയേണ്ട ആ ഒരു അടുപ്പും ഇല്ല. അത് പക്ഷെ എന്നാലും ഞാൻ പറയാൻ റെഡിയാണ്. നേരിട്ട് ഞാൻ പറയാടാ,
ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അപ്പോഴും ഐ വിൽ റെസ്പെക്ട് ഹിം ഫോർ വൺ തിങ്. ആ ഒരു ആദ്യത്തെ വീഡിയോ ഇട്ടപ്പോൾ പോലും ആ കുട്ടിയെ മോശമൊന്നും പറയാതെ ബാലൻസ്ഡ് ആയിട്ട് ന്യൂട്രലായിട്ട് സംസാരിച്ചതിന് എനിക്ക് ആളോട് റെസ്പെക്റ്റ് ഉണ്ട്, അത് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ റിയാലിറ്റി അതല്ല എന്നുള്ള രീതിയിൽ ഈ കുട്ടി പറയുമ്പോൾ എനിക്ക് ഈ കുട്ടിയുടെ ഭാഗം കേൾക്കാതിരിക്കാൻ പറ്റില്ല, നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇതൊരു കോംപ്ലിക്കേറ്റഡ് തിങ് ആണ്. പക്ഷെ എൻ്റെ ഗട്ട് ഫീലിംഗ് വെച്ച് ഞാൻ പോയി എന്നുള്ളതാണ്. ആദ്യത്തെ വീഡിയോ വന്നപ്പോഴും ഞാൻ എൻ്റെ ഗട്ട് ഫീലിംഗ് വെച്ച് പോയി. ഇവിടുത്തെ കാരണം ഞാൻ പറയില്ല, ഞാൻ ഡയറക്റ്റ്ലി അതിൻ്റെ അകത്ത് ഇൻവോൾവ് അല്ല, ഞാൻ ജസ്റ്റ് ഒരു സ്പെക്ടേറ്ററാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അന്ന് അങ്ങനെ അത് മാത്രമല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഒരു വ്ളോഗർ വന്ന് ഇത്രയും ഓപ്പൺ ആയിട്ടൊരു കാര്യം വന്ന് ഇങ്ങനെ പറയുന്നത് കണ്ടേക്കണം. മിക്ക ആൾക്കാരും വന്നിട്ട് ഒരേ സാധനങ്ങൾ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഡ്രാമ ആയിട്ട് ഫീൽ ചെയ്യും. ചിലവർ ഒരുമാതിരി ഭയങ്കര ഭയങ്കര ഫേക്ക് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ദിസ് ഗൈ വാസ് ലൈക്ക് ഭയങ്കര, എന്നെ സംബന്ധിച്ച് ഭയങ്കര എനിക്ക് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഒരു അത്രയും ഇമോഷണൽ ആയിട്ട് വന്നിരുന്നിട്ട് അങ്ങനെ പറയണത്. എനിക്ക് ആളെ ഡൗട്ട് ചെയ്യാൻ ഉള്ള ഒരു സംഭവം എനിക്ക് കിട്ടിയില്ല, സത്യമായിട്ട് പറയണത് എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ അത് വിശ്വസിച്ചത്. അത് മാത്രമല്ല, പക്ഷെ ഞാൻ പറയണേ, പക്ഷേ ഇവിടെ ഇപ്പൊ ആ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന പാർട്ട്ണർ വന്നിട്ട് പറയണേ അത് അങ്ങനെയൊന്നും അല്ലായിരുന്നു കാര്യങ്ങൾ, അയാളുടെ ഇമോഷൻ അതല്ലായിരുന്നു, മറിച്ചാണ്. നിങ്ങൾ ആളുടെ ഇൻസ്റ്റാഗ്രാം പോയി നോക്കൂ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ആക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ഒന്നുമല്ല. ഞാൻ വല്ലപ്പോഴും 5 പടം കാണാൻ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും 1-2 പടത്തിന്റെ റിവ്യൂ എടുത്ത് ഇങ്ങോട്ട് യൂട്യൂബിലിട്ട വീഡിയോ എടുത്ത് ഇടുന്ന അല്ലാണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ആക്റ്റീവ് ഒന്നുമല്ല. എൻ്റെ ഇൻസ്റ്റാഗ്രാമിന്റെ പ്രൊഫൈൽ വരും കൂടുതൽ സമയത്ത് അനുഭവമാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റോറി ഇടുന്നതോ മറിച്ചൊക്കെ അനുഭവം തന്നെയാണ് ഇടുന്നത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അങ്ങനെ വലിയ ആക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺ അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറായിട്ടുള്ള ആൾ ഇട്ടിരുന്ന സ്റ്റോറിയോ മറിച്ചൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കാര്യമായിട്ട്. ഇപ്പം ഞാൻ തിരിച്ചെടുത്ത് പോയി നോക്കുമ്പോഴേക്കും ഈ കുട്ടി പറഞ്ഞതിൽ കുറേ കാര്യങ്ങൾ ശരിയാണല്ലോ, ഇങ്ങനെ ഒരു ഇമോഷനിലൂടെ കടന്നു പോകുന്ന ആൾ ഇങ്ങനെ ബിഹേവ് ചെയ്യോ എന്നൊക്കെ ഭയങ്കര ക്വസ്റ്റ്യൻ സംഭവമാണ്. എന്നും പറഞ്ഞാൽ അതൊന്നും തെറ്റാണെന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അയാളുടെ പേഴ്സണൽ കാര്യമാണ്. അയാൾ എങ്ങനെ ബ്രേക്കപ്പ് ഹാൻഡിൽ ചെയ്യണം, അയാൾ എന്തൊക്കെ ചെയ്യണം, അതൊക്കെ അയാളുടെ ഇഷ്ടമാണ്. പിന്നെ ഈ കുട്ടി ഇതിനകത്ത് ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു, ഒരു കാര്യം സംസാരിച്ചപ്പോഴേക്കും ചിലപ്പോൾ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടാവും, എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. അതെനിക്ക് എന്തോ എന്നെ വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്ത ഒരു സംഭവം. അതായത് എന്തൊക്കെയോ പറയാൻ ഉണ്ടായി, പക്ഷേ ലിമിറ്റ് ചെയ്ത് പറഞ്ഞു, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് പറഞ്ഞ കാര്യം മനസ്സിലായി എന്നാ മൊത്തത്തിൽ പറഞ്ഞില്ല എന്നുള്ള രീതിയിലൊരു സംഭവം ഈ കുട്ടി പറഞ്ഞു വെക്കുന്നുണ്ട് ആ വീഡിയോയിൽ. അപ്പൊ എന്തൊക്കെയോ ആ കുട്ടിക്ക് ഇനിയും പറയാനുണ്ടെന്നുള്ള പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ ആ കുട്ടി വേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള ഒരു റെസ്പെക്റ്റ് കാണിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ പിന്നെ കുറേ പോഴന്മാർ വന്നിട്ട് ആ കുട്ടിയുടെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് കുറേ, പക്ഷെ അത് കുറവാണ്. അപ്പോൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 90% ആൾക്കാരും ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന, 10% കുറേ ആളുകൾ, കുറച്ച് ഊളകൾ ഇങ്ങനെ ആ കുട്ടിയെ മോശപ്പെടുത്തി കമൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇപ്പോൾ ഇഫ് അറ്റ് ഓൾ ആ കുട്ടി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ മോളെ അന്ന് മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട, എവിടെ പോയാലും ഉണ്ടാകും കുറേ പോഴന്മാർ, അതുകൊണ്ട് അത് മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. മോളുടെ വീഡിയോ കണ്ട ഇത് വെച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്തത് മോളുടെ ഭാഗത്താണ് ശരി എന്നുള്ളതാണ് ഞാൻ പേഴ്സണൽ ലെവലിൽ പറയുന്നത്. എന്തായാലും ടു ദ ഓഡിയൻസ് എനിക്ക് പറയാനുള്ളത്, എനിക്കതാണ് ഫീൽ ചെയ്തത്. ഞാൻ ഐ അഡ്മിറ്റ് ഞാൻ ആദ്യം വന്ന് ചിന്തിച്ച, അല്ലെങ്കിൽ ആദ്യം ചിന്തയിൽ എനിക്ക് വന്ന കാര്യം ഞാൻ വന്ന് വീഡിയോ പറഞ്ഞതുപോലെ അല്ല എനിക്കിപ്പോൾ ആ കുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള വീഡിയോ വന്നു കഴിഞ്ഞപ്പോൾ തോന്നി എന്നുള്ളതാണ്. അത് ഐ ആം നോട്ട് അഷെയിംഡ് ടു സേ ഐ ഗോട്ട് ഫൂൾഡ്, അല്ലെങ്കിൽ മിസ്റ്റേക്ക് ഹാപ്പൺ ഫ്രം മൈ സൈഡ്, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച പോലെ അല്ലായിരുന്നു കാര്യങ്ങളെന്ന് തുറന്നു പറയാൻ എനിക്കൊരു മടിയില്ലാത്തതാണ്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. എന്തായാലും ഈ വീഡിയോയുടെ താഴെ വന്ന് കുറേ എണ്ണന്മാർ ഗുണമാണെന്ന് ഉണയ്ക്കും, അവന്മാർ ഗുണച്ചുകൊണ്ടിരിക്കത്തുള്ളൂ, വേറെ ഒന്നും നടക്കത്തില്ല. ഞാൻ ഇന്നേ വരെ എൻ്റെ ചാനലിൽ ഞാൻ എങ്ങനെയാണോ വളരെ സത്യസന്ധമായിട്ടാണ് എപ്പോഴും ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത്. എന്ത് കാര്യത്തെ പറ്റിയാണെങ്കിലും എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ അത് തുറന്നു പറയാൻ തയ്യാറുമാണ്. ഞാൻ ഇപ്പോഴത്തെ അത് പറഞ്ഞിരിക്കുകയും ചെയ്യാണ്. പക്ഷേ നിങ്ങളെയും കൂടി ചിന്തിപ്പിക്കാനുമായിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നിങ്ങളൊന്നും കൂടി ചിന്തിച്ച് നോക്കുക. അന്ന് നിങ്ങളായിരുന്നു, ഇന്ന് ഞാനാണ്. ഞാൻ വരെ പറ്റിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ വരെ മിസ്ലീഡ് ചെയ്യപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അമ്മാതിരി ലെവൽ ആക്ടിങ് ആണ് ഇവിടെ നമ്മുടെ മലയാളം യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലെ വ്ളോഗേഴ്സ് ചെയ്യുന്നതെന്നുള്ളതാണ് ഒരു സത്യം. അതായത് ഒരു ഏതൊരു മഹാമനുഷ്യൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് ഇഫ് യു കാൻ കൺവിൻസ് ദം കൺഫ്യൂസ് ദം എന്നുള്ള രീതിയിൽ. അതുപോലെ വേറെ ചെയ്യുന്നുണ്ട് ആക്ടിങ്ങിനെ പറ്റി, അത് എനിക്ക് പെട്ടെന്ന് കിട്ടണില്ല. എന്തായാലും എന്നെ ആക്ടേഴ്സാണ്. ഇതിൻ്റെ ഞാൻ വിചാരിച്ച ഇവരൊന്നും അഭിനയിക്കാൻ അറിയാൻ പാടാത്തവരാണെന്നാണ്. ഞാൻ ഇവരുടെയൊക്കെ കുറച്ച് ഷോർട്ട് ഫിലിം സിനിമയൊക്കെ കണ്ടപ്പോഴേക്കും എനിക്ക് ഇവർ വളരെ ശോകം അഭിനയമാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഇവർ വ്ളോഗിൽ വേറെ ലെവൽ അഭിനയമാണെന്നുള്ള കാര്യം എനിക്കിപ്പോഴാണ് മനസ്സിലായത്.
അപ്പോൾ എന്തായാലും ഇത് എൻ്റെ അഭിപ്രായമാണ്. നോ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് വെർ ഹാംഡ് ഇൻ ദിസ് വീഡിയോ എന്ന് പറയേണ്ടി വരും. എന്തായാലും എൻ്റെ തോട്ട്സ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ള നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ എപ്പോഴും പറയാണ്, എൻ്റെ ഭാഗത്ത് തെറ്റായിട്ടുള്ള എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ആസ് സൂൺ ആസ് പോസിബിൾ വന്ന് ഞാൻ എന്നും തിരുത്തിയിട്ടുണ്ട്, ലൈക്ക് ദിസ് വീഡിയോ. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ തിരുത്തില്ല, കാരണം അതൊക്കെ നടന്ന കാര്യം തന്നെയാണ്. അത് തെറ്റായ നിഗമനങ്ങളും തേങ്ങയൊന്നും അല്ലായിരുന്നു. ഞാൻ അതിൽ ഇൻവോൾവ് ആയിരുന്നു, ഞാൻ അതിലുണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയ കാര്യം ഞാൻ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതാണ്. ദാറ്റ് ട്യൂഷൻ ക്ലാസ് വാസ് റിയൽ എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്നെ എങ്ങനെ വേണമെങ്കിൽ ജഡ്ജ് ചെയ്യാം. നിങ്ങൾക്ക് പേഴ്സണൽ ലെവലൊന്നും എന്നെ അറിയില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് വായി തോന്നിയൊക്കെ വിളിച്ച് പറയാം. പക്ഷേ ബോധമുള്ള കുറേ ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ട്. അവർ ചിന്തിക്കും, അവർക്ക് മനസ്സിലാവും ഞാൻ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കൂടുതലൊന്നും പറഞ്ഞ് ഞാൻ വലിച്ചു കിട്ടുന്നില്ല. എനിവേസ്, ലെറ്റ് ദിസ് ബി ആൻ ഐ ഓപ്പണർ. വീണ്ടും ഞാൻ പറഞ്ഞു തുടങ്ങിയൊരു കാര്യത്തിൽ നിന്ന് നിർത്തുന്നു. ആരെയും വിശ്വസിക്കേണ്ട, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്ന ആൾക്കാർ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എഡ്യൂക്കേഷണൽ വീഡിയോസിന് നിങ്ങൾ പക്ഷേ വിശ്വസിക്കണം കേട്ടോ. എഡ്യൂക്കേഷണൽ വീഡിയോസ് എന്നും നല്ല എഡ്യൂക്കേഷൻസ് തരാൻ നോക്കണം. വാട്സാപ്പിൽ വരുന്ന മറ്റേ തള്ള എഡ്യൂക്കേഷൻ വീഡിയോ അല്ല, റിയൽ ആയിട്ടുള്ള നല്ല ഇതുപോലെയുള്ള എഡ്യൂക്കേഷണൽ വീഡിയോസ്. ഞാൻ നല്ല എഡ്യൂക്കേഷണൽ വീഡിയോസ് ചെയ്യാറുള്ളൂ. തെറ്റായ എഡ്യൂക്കേഷൻ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞാൽ, തെറ്റായ ടോപ്പിക്സ് വന്നാൽ അല്ലെങ്കിൽ തെറ്റായ ഒരു സംഭവം വന്നാൽ ഞാൻ അത് തിരുത്തുന്നതായിരിക്കും കേട്ടോ. ഞാൻ മറ്റേ എന്താണ് ഈഗോ ഉള്ള ആളല്ല. മറ്റേ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇല്ല, ഞാൻ അത് പറഞ്ഞു, ഇനി ഞാൻ മാറ്റൂല, ഒരു രക്ഷയില്ല, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്. അതുമാത്രമല്ല, ഞാൻ ആ കുട്ടിയെ ഒരു കുറ്റവും പറഞ്ഞുകൊണ്ട് ആ വീഡിയോയിൽ ഒന്നും പറഞ്ഞിട്ടുമില്ല. ഞാൻ ആ കുട്ടിയുടെ അടുത്ത് അന്ന് എങ്ങനെയായിരുന്നോ മറ്റേ ആളെ കൺസിഡർ ചെയ്ത അതേ ലെവലിൽ തന്നെ ഈക്വലായിട്ടാണ് ഞാൻ ആ കുട്ടിയെ കൺസിഡർ ചെയ്തത്. അതുകൊണ്ട് എനിക്ക് അതുമാത്രമല്ല, ഇപ്പോൾ ഈ കുട്ടിയുടെ ഭാഗത്താണ് ശരിയെന്ന് മനസ്സിലാവുകൊണ്ട് ഐ ഹാവ് ഫുൾ സപ്പോർട്ട് ഫോർ ദിസ് ഗേൾ. ഞാൻ ആ കുട്ടിയുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനി വരുന്ന എല്ലാ വീഡിയോസും തുടർച്ചയായിട്ട് ഞാൻ കാണുന്നതായിരിക്കും. ആ കുട്ടിയുടെ വീഡിയോയുടെ താഴെ ഞാൻ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, വെൽക്കം ടു ദ വേൾഡ് ഓഫ് ബ്ലോഗിങ്. തുടർച്ചയായിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാൻ. ഗോഡ് ബ്ലസ് യു എന്ന് വരെ ഞാൻ ഗോഡ് ബ്ലസ് യു എന്നല്ല, എയ്ത്തിസ്റ്റാണ് അങ്ങനെ പറഞ്ഞിട്ടില്ല, ഓൾ ദ ബെസ്റ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ലുക്കിംഗ് ഫോർവേഡ് ടു ഹർ വീഡിയോസ്. ആ കുട്ടി വളരെ ജെന്വിൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ വീഡിയോയിൽ കാണിച്ച ജെന്വിനിറ്റി ത്രൂ ഔട്ട് ദ എല്ലാ വീഡിയോസിലും കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം മലയാളം യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ ജെന്വിൻ ആയിട്ടുള്ള വ്ളോഗേഴ്സ് വളരെ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ജെന്വിൻ ആയിട്ടുള്ള വ്ളോഗേഴ്സ് വന്ന് കാണുന്നു വളരെ ആഗ്രഹമുള്ളതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളത്. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഈ കഥ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഐ ഹോപ്പ് no living or dead people were harmed in this video. I don't intend to do that either. Okay, bye bye.